സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എ കെ ജി സെൻറ്റർ. എ കെ ജിയും സി പി എമ്മിൻ്റെ വലിയ തലതൊട്ടപ്പൻ തന്നെ ആയിരുന്നു. പാവങ്ങളുടെ പടത്തലവൻ എന്നുള്ള വിശേഷണമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എ കെ ജി സെൻറ്റർ 2 ഉദ്ഘാടനം കഴിഞ്ഞു. എ കെ ജി സെൻറ്ററാണ് നിലവിലുള്ളത്. സർവകലാശാലയുടെ സ്ഥലത്ത് എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സി പി എമ്മിന് കൊടുത്തത്. ഇപ്പോൾ അതിൻ്റെ എതിർഭാഗത്തായിട്ടാണ് മറ്റൊരു എ കെ ജി സെൻറ്റർ കൂടി തുടങ്ങിയത്. ഇത് രണ്ടാമതൊരെണ്ണം തുടങ്ങിയപ്പോഴും എ കെ ജിയുടെ പേര് തന്നെയാണ് അവിടെയും കൊടുത്തിരുന്നത്. ഈ പിണറായിയുടെ നാമകരണം ആയിരുന്നു ഒരുപക്ഷെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാളുടെ പേരിൽ ഒരു സ്മാരകം വന്നാലൊന്നും അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. കാരണഭൂതൻ അതൊക്കെ കണ്ടുപോകാമായിരുന്നു. തൻ്റെ പേരിൽ അങ്ങനെ ഒരു സ്മാരകം കിടക്കുമ്പോൾ കണ്ട് രോമാഞ്ചം കൊള്ളാമായിരുന്നു. എന്തായാലും കാരണഭൂതൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ കാരണഭൂതൻ അപ്പുറവുമില്ല ഇപ്പുറവുമില്ല. പക്ഷേ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആൾ. ആ ആളിന് എ കെ ജി സെൻറ്റർ ഉദ്ഘാടനത്തിന് പുല്ലുവില മാത്രമാണ് ഉണ്ടായിരുന്നത്. ചിത്രത്തിൽ നമ്മൾ കണ്ടത് ഈ പിണറായി വിജയൻ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നു, നാടമുറിക്കുകയാണ്. അതിന് പിന്നിൽ നമ്മുടെ വനിതാ രത്നങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് സി പി എമ്മിൽ വലിയ സ്ത്രീ ശാക്തീകരണമാണല്ലോ ഉള്ളത്. അവരെല്ലാം ഉണ്ട്. നമ്മുടെ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചർമാരൊക്കെ തന്നെ ഉള്ളു ഏറ്റവും കൂടുതൽ. പിന്നെ ടീച്ചർമാരും മാസ്റ്റർമാരും ഉള്ള ഒരു പാർട്ടിയാണല്ലോ സി പി എം. ഗോവിന്ദൻ മാസ്റ്റർ അല്ലേ? മറ്റേ ബിന്ദു കൊച്ചമ്മ ടീച്ചറാണെങ്കിലും അങ്ങനെ പറയാറില്ല, ബിന്ദു ടീച്ചർ എന്ന് പറയാറില്ല. മന്ത്രി ബിന്ദു കൊച്ചമ്മയെ, നമ്മുടെ വിജയരാഘവൻ്റെ സഹധർമ്മിണി. അപ്പോൾ ഇവരൊക്കെയാണ് അങ്ങനെ കാരണഭൂതൻ്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ വ്യത്യസ്തനാം ബാലനുമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ നിരയിലാണ് നമ്മുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന സഖാവ് എം.എ. ബേബി നിൽക്കുന്നത്. സഞ്ചിയുണ്ട് കേട്ടോ തോളത്ത്. സഞ്ചി ഇല്ലാതെ ബേബിക്കൊരു ജീവിതമില്ല. രണ്ടാം മുണ്ടനെന്ന അഭിനവ മുണ്ടൻ അങ്ങനെ നിൽക്കുന്നത് കാണാം പത്രങ്ങളിലൊക്കെ നോക്കിയപ്പോൾ. അതിനേക്കാളും മുൻനിരയിലുണ്ട് നമ്മുടെ ശോഭന ജോർജ്. കോൺഗ്രസിനകത്തിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അറിഞ്ഞ് കിട്ടി വന്ന ആള് അവസാനം അവിടെ ഒന്നും കിട്ടാനില്ലെന്നറിഞ്ഞപ്പോൾ മറുകണ്ഠം ചാടി സി പി എമ്മിലെത്തി. പിണറായി വിജയനല്ലേ, അദ്ദേഹം ഉടൻ തന്നെ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനാക്കി. അപ്പോൾ ഖാദി ബോർഡ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ലേ. അപ്പോൾ അതിലിരിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് മാറ്റി പിന്നെ ഔഷധി ഇതിലാക്കിയിട്ടുണ്ട്. ഇപ്പം ഖാദി ബോർഡിലിരിക്കുന്ന പി ജയരാജനാണ്, സഖാവ് ജയരാജന്. പിന്നെ ശോഭന ജോർജ് പിന്നെ പിണറായിക്ക് വേണ്ടിയിട്ട് പൊങ്കാല വരെ ഇട്ടല്ലോ. പിണറായിക്ക് വേണ്ടി പൊങ്കാല ഇട്ടു എന്ന് പറഞ്ഞാൽ പിണറായിയെ തളർത്താൻ വേണ്ടിയെന്നല്ല. പിണറായി ഇനി ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കുന്നതിന് വേണ്ടി ആറ്റുകാൽ പൊങ്കാല സെക്രട്ടേറിയറ്റ് നടയിൽ ഇടുക വരെ ചെയ്തു. എന്തായാലും അടുത്ത ഒരു തവണയും കൂടെ മത്സരിക്കാനുള്ള എന്തെങ്കിലും തരമുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ശോഭന ജോർജ്. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ എം.എ. ബേബി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ആ മുൻനിരയിൽ തന്നെ വരേണ്ട ആളല്ലേ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. കാരണഭൂതനറിയാം എം.എ. ബേബി ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന്, ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. വെറും നിസ്സാരം തന്നെ. കാരണം ദേശീയ തലത്തിലെല്ലാം പോയി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് എന്തിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി? ഇവിടെ കാര്യങ്ങളെല്ലാം തീർച്ചപ്പെടുത്തുന്നത് താൻ തന്നെയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നിൽക്കുന്ന നമ്മുടെ കാരണഭൂതന്. അപ്പം കാരണഭൂതനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. പഴയ എ കെ ജി സെൻറ്റർ 1 ഉദ്ഘാടനം നിർവഹിച്ചത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. ഈ രണ്ടാമത്തെ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടന സമയത്ത് നമ്മുടെ കാരണഭൂതന് എ കെ ജിയെ കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞില്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ സ്ഥലത്തിന് വേണ്ട ഏർപ്പാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണനെ അങ്ങനെ വലിയ
ആദരവോടുകൂടി സ്മരിക്കുമെങ്കിലും കോടിയേരിയുടെ ഈ ഭൗതിക ശരീരം ചിത എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ, അതായത് എരിഞ്ഞടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറിപ്പോയ ആളാണ് പിന്നെ കാരണഭൂതൻ. അന്ന് കുടുംബസമേതം വിദേശയാത്രയ്ക്ക് പോയില്ലേ, ബെർലിനിലോ UK എങ്ങനെയോ, ഏത് സമയം ഇതാണല്ലോ ഉള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ വലിയ കോടിയേരിയെ മാത്രം ഇങ്ങനെ ഒന്ന് പുകഴ്ത്തുക ചെയ്തിട്ടുള്ളൂ, അല്ല AKG കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ MA ബേബി AKGയെ കുറിച്ച് പറയുകയും ചെയ്തു. MA ബേബി പിന്നെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ, ആൾക്കാർക്ക് ഒന്നും തന്നെ മനസ്സിലാകത്തില്ല MA ബേബി എന്താ പറയുന്നതെന്ന്. MA ബേബിക്കും അറിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ പ്രത്യേക ഒരു സാഹചര്യമാണ് AKG സെൻറ്റർ 2ൻ്റെ ഉദ്ഘാടന സമയം നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് രാജ്യം മുഴുവൻ തേങ്ങി നിൽക്കുന്ന ഒരവസരത്തിൽ ഇവിടെ മാർപ്പാപ്പയുടെ മരണം, ഭീകരവാദികളുടെ ആക്രമണം ഒക്കെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ദേശീയ ദുഃഖാചരണവും ഒക്കെ ആയിട്ട്. അപ്പോഴാണ് ഈ 10ാമതേ ദിവസം തന്നെ നോക്കി ഉദ്ഘാടനവും നടത്തിയത്. എന്തായാലും ഇത് CPMന് അതൊരു വലിയ ക്ഷീണമായി എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അത് അവരവരുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് എടുത്തിരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ വലിയ പിന്നെ 60,000 അടി ചതുരശ്ര ഇതുണ്ട്, സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പിന്നെ മുകളിൽ കറങ്ങുന്ന അരിവാൾ ചുറ്റികയുമുണ്ട്. കറങ്ങുന്ന അരിവാൾ ചുറ്റികയാണ്, കാരണം അരിവാൾ ചുറ്റിക ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മറ്റ് ഗതിയൊന്നുമില്ലാത്തത് കൊണ്ട്. അപ്പം പാർട്ടി താഴോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നേരത്തെ ഒന്ന് ഉണ്ടാക്കിയിട്ടത്. അല്ലെ പിന്നെ കുറേ കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അധികാരം ഉള്ളപ്പോൾ മാത്രമേ എന്തെങ്കിലും കാശ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് CPMന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അധികാരം കയ്യിലിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഭൂമിയും വാങ്ങിച്ചു, കെട്ടിടവും നിർമ്മിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ 2026 ഭരണം കിട്ടുന്നില്ലെങ്കിൽ AKG സെൻറ്ററിൽ വന്നിരുന്ന് അറുമാദിച്ച് കഴിയാമല്ലോ എന്നുമാണ് നമ്മുടെ കാരണഭൂതനും ശിഷ്യന്മാരും ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഇവിടെ AKG സെൻറ്ററും തുടങ്ങി CPM മുന്നോട്ട് പോകാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്.